ഏവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നും പതിവ് പോലെ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഒരു ഫീച്ചറിനെ പറ്റി നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു പർട്ടിക്കുലർ ഫോർമുല ഏതൊക്കെ രീതിയിൽ നമുക്ക് എൻ്റയർ കോളത്തിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അതിനായി ഞാനൊരു കമ്പനിയുടെ ഒരു മാസത്തെ സെയിൽസ് ഡീറ്റെയിൽസ് ആണ് ഈ വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും പേരും അവർ അച്ചീവ് ചെയ്ത മന്ത്ലി സെയിൽസും ഞാൻ ഈ ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോരുത്തർക്കുമുള്ള കമ്മീഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ ഫസ്റ്റ് സെയിൽസ് പേഴ്സൺ അഗൻസ്റ്റ് ആയിട്ട് മാത്രം നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ബാക്കി നമുക്ക് എങ്ങനെ എൻ്റയർ കോളത്തിൽ ആ ഫോർമുല അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ മെത്തേഡാണ്. അതായത് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഈക്വൽ ടു എന്നിട്ട് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ കമ്മീഷൻ 16% സെയിൽസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള കമ്മീഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈക്വൽ ടു അതിനുശേഷം സെയിൽസ് അച്ചീവ് ചെയ്ത ആ കോളം സെലക്ട് ചെയ്യുന്നു. ദെൻ ഇൻറ്റു ഇവിടെ നമ്മൾ 16% ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 16% ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് സെല്ലിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്തു. ഇനി അത് എൻ്റയർ കോളത്തിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുക, ട്രാഗ് ചെയ്യുക. നമ്മൾ ട്രാഗ് ചെയ്ത് ഇതാണ് നോർമൽ മെത്തേഡ്, നമ്മൾ നോർമലി ചെയ്യുന്ന രീതി. അതേപോലെ തന്നെ നമുക്ക് ഈ ഫോർമുല ട്രാഗ് ചെയ്യാതെ തന്നെ നമുക്ക് ഇപ്പൊ കാണാം ക്രോസ് സൈൻ നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താലും എല്ലാ കോളത്തിലും ഈ ഫോർമുല അപ്ലൈ ചെയ്യും. ഇത് അടുത്തൊരു മെത്തേഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു മെത്തേഡ്, ഒരു ഷോർട്ട് കീ മെത്തേഡാണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോർമുല അപ്ലൈ ചെയ്യേണ്ട എൻ്റയർ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്താൽ നമുക്ക് കാണാം ആ ഫോർമുല എൻ്റയർ കോളത്തിൽ അപ്ലൈ ചെയ്തു. ഇത് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ റിലേറ്റീവ് സെൽ റെഫറൻസ്, അതായത് നമ്മൾ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ അതിന് റിലേറ്റീവ് ആയിട്ട് അഡ്ജസൻറ്റ് സെല്ലിൽ ഏത് ഫോർമുലയാണോ യൂസ് ചെയ്തിരിക്കുന്നത് ആ ഫോർമുല കറസ്പോണ്ടിങ് താഴത്തെ സെല്ലിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതാണ് നമ്മൾ കൺട്രോൾ ഡി വെച്ചിട്ടുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പോലെ കോപ്പി പേസ്റ്റ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, എൻ്റയർ കോളത്തിൽ ഫോർമുല അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഫോർമുല നമ്മൾ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ആ സെല്ല് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് എൻ്റയർ കോളം നമ്മൾ സെലക്ട് ചെയ്യുന്നു, ദെൻ പേസ്റ്റ് ചെയ്യുന്നു. ഈ രീതിയിലും നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. അടുത്തതായി വേറൊരു മെത്തേഡ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എൻ്റയർ കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർമുല ബാറിൽ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യുക. ഈക്വൽ ടു ഫസ്റ്റ് സെൽ ഇൻറ്റു 16%. ഇതിനുശേഷം നമ്മൾ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുക. ഏതാണ് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോഴും നമുക്ക് നമ്മുടെ ഫോർമുല താഴേക്കുള്ള എൻ്റയർ കോളത്തിലേക്ക് അപ്ലൈ ചെയ്യും. ഇനി നമ്മൾ ലാസ്റ്റ് മെത്തേഡാണ് നോക്കാൻ പോകുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ്. അതായത് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് എത്രയാണോ ആ ഒരു കോളം നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു കോളമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഈക്വൽ ടു നമുക്ക് ഫസ്റ്റ് പേഴ്സന്റെ സെയിൽസ് ഇൻറ്റു നമുക്ക് 16% ആണ് കമ്മീഷൻ വരേണ്ടത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, ആ കോളം സെലക്ട് ചെയ്യാണ്. ഇനി ഇത് നമ്മൾ ട്രാക്ക് ചെയ്താൽ ഉള്ള പ്രശ്നം ഇങ്ങനെ വരും. നോർമലി ബൈ ഡിഫോൾട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ് എടുക്കുന്നത്. നമ്മുടെ നേരെ മുകളിലത്തെ അഡ്ജസൻറ്റ് സെല്ലിലെ ഫോർമുല എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുല ആയിരിക്കും താഴത്തെ സെല്ലിലേക്കും അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇറർ മെസ്സേജ് വന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് സെല്ലിൽ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 60% എന്നുള്ള വാല്യൂ നമുക്ക് കോൺസ്റ്റന്റ് ആണ്. അതായത് നമുക്ക് ആ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആ ഒരു കോളം നമുക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോർമുലയിൽ തന്നെ D3 അതായത് നമ്മുടെ പെർസെൻറ്റേജ് കിടക്കുന്ന കോളം അതിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കണം. കോൺസ്റ്റന്റ് ആക്കാൻ രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് F4 എന്നുള്ള കീ പ്രസ് ചെയ്താൽ
നമുക്ക് കാണാം ഒരു ഡോളർ സൈൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡോളർ ടൈപ്പ് ചെയ്താൽ മതിയോ. ഇനി നമ്മൾ എൻ്റർ അടിക്കുക. ഇപ്പം ആ ഫോർമുല അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലി ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എൻ്റയർ കോളത്തിലേക്ക് ആ ഫോർമുല അപ്ലൈ ആവും. ഇതിന്റെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കേസിൽ നമുക്കിനി ഇപ്പം നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നതിന്റെ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്തു എന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ ഇപ്പം 16% എന്നുള്ളത് 20% ആയിട്ട് ഇൻക്രീസ് ചെയ്തു എങ്കിൽ ജസ്റ്റ് ആ ഒരു കോളത്തിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് കാണാം എൻ്റയർ കമ്മീഷൻ കോളത്തിലും ആ 20% വെച്ചിട്ടുള്ള കമ്മീഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് കൂടുതൽ കൺവീനിയന്റ് എന്ന് തോന്നുന്നത് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന ഇങ്ങനത്തെ വീഡിയോസ്, എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഗുഡ് ബൈ.